ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിന്റെ, അതായത് DPharm, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സസിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. LBS വെബ്സൈറ്റിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അപേക്ഷകർക്ക് അപേക്ഷാ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. അപാകതകൾ കാണുന്ന പക്ഷം സെപ്റ്റംബർ 25 വൈകുന്നേരം 5 മണിക്ക് മുൻപ് LBSന്റെ ഇമെയിലിലേക്ക് അറിയിക്കാവുന്നതാണ്. lbstvpm@gmail.com എന്നതാണ് ഇമെയിൽ ID എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LBSന്റെ പ്രസ് റിലീസും കൂടി നിങ്ങൾ വായിച്ചു നോക്കുക, എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഓൾറെഡി അത് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ LBSൽ തന്നെ LBSലേക്ക് വിളിക്കാനുള്ള കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ എത്രാമത്തെ റാങ്ക് ആണ് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും പറയാ. ഇതിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് അറിയാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി റാങ്കും അറിയാൻ വേണ്ടി സാധിക്കും. ഇത് അറിയുന്നതിന് വേണ്ടിയിട്ട് LBS സൈറ്റിൽ തന്നെ 3 ലൈൻസ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഓരോ കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ് മെറിറ്റ് ആണ് നോക്കുന്നത്. 1000 സ്റ്റുഡൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൾറെഡി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ കറക്ഷൻ ടൈമിൽ ഒരു കറക്ഷനും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ള കുട്ടികളെ ഇതിൽ നിന്നും റിജക്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടായിട്ട് കറക്ഷൻ ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. അതുപോലെ നിങ്ങളുടെ കറക്ഷൻ എന്തായിരുന്നു, അതെന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കാത്തത് എന്നത് കൂടി ഒന്ന് പറയാം. പല കുട്ടികളും ബാക്കിയുള്ള BSc നഴ്സിംഗ് LBSന്റെ മറ്റ് അഡ്മിഷൻ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. PNC, MAC, AMCS, FNC. അതിലോട്ട് മാറുന്ന കുട്ടികൾ ഇതിലേക്ക് പിന്നെ ശ്രദ്ധിക്കാതെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടേക്ക് ബാക്കിയുള്ള കുട്ടികൾക്ക് ചാൻസ് വരുന്നതുമാണ് കേട്ടോ. ഇവിടെ ഓരോ സബ്ജക്റ്റിന്റെ മാർക്കുകളും പെർസെൻറ്റേജും അതുപോലെ ഇൻഡെക്സ് മാർക്ക്, അതായത് ടോട്ടൽ ഇൻഡെക്സ് മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. പല കാറ്റഗറിയിലും 150, അതായത് 300-ൽ പകുതി മാർക്കുള്ള കുട്ടികൾക്ക് വരെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ കൂടി തന്നെ അറിയിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ DPharm ഈഴവ കാറ്റഗറിയാണ് നോക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഷോ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് ലിസ്റ്റുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ഏതാണ്, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഏതാണ് എന്നത് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൽ എന്തെങ്കിലും തെറ്റാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന്റെയും പെർസെൻറ്റേജ് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. lbstvpm@gmail.com എന്ന മെയിലിലേക്ക് പരാതി പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. പരാതി പറയുമ്പോൾ നിങ്ങൾ ഒരു ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊടുക്കണം. അതായത് ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം, ഇത് ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ പേര്, ആപ്ലിക്കേഷൻ നമ്പർ, ഏത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ കുറെ പേര് LBS ആയിരിക്കും, കുറെ പേര് LBS പാരാമെഡിക്കൽ ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് LBS പാരാമെഡിക്കൽ ഡിപ്ലോമയാണ്. അപ്പോൾ ഡിപ്ലോമയ്ക്ക് വേണ്ടിയാണ് എന്നത് നിങ്ങൾ അവരെടുത്ത് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ സബ്ജക്റ്റ് വളരെ കൃത്യമായി തന്നെ മെയിൽ ID കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇതൊന്ന് അയച്ചു കൊടുക്കാനായിട്ട്. നോർമലി ഇന്നതാണ് പ്രശ്നമെന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ LBS അത് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ ടോട്ടലായിട്ട് ഉണ്ടായിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നതും കൂടി മനസ്സിലാക്കുക. അങ്ങനെ ഏതെങ്കിലും കുട്ടികൾക്ക് തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി കമന്റ് സെക്ഷനിൽ പറയാം. ചിലപ്പോൾ തെറ്റുകൾ വരാം, ഇൻഡെക്സ് മാർക്കിന് എന്തെങ്കിലും ഡിഫറൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും മെയിൻ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഇതുപോലെ ഏതെങ്കിലും കുട്ടികൾ പരാതിപ്പെട്ടതിന് ശേഷം അവരുടെ റാങ്ക് ലിസ്റ്റ് ചേഞ്ച് വരുമ്പോൾ ബാക്കി കുട്ടികളുടേതും ഒക്കെ ചേഞ്ച് വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പ്രൊവിഷണലും മെയിനും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളും ഉള്ളതാണ്. ഈ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നത് ബേസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും നിങ്ങളുടെ കാറ്റഗറി റാങ്കും മനസ്സിലാക്കി വെക്കുക. അതുപോലെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മെയിൽ ID അയക്കുക. ഇനി തെറ്റുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത മെയിൻ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്.
അതുപോലെ എല്ലാ കുട്ടികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സസ് വേണം കൊടുക്കാൻ. നമ്മൾ ഓൾറെഡി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇഷ്ടപ്പെടാത്ത കോളേജിലും കോഴ്സസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അലോട്ട്മെന്റ് പ്രോസസ് ഇങ്ങനെ നീണ്ടുപോകും, വാക്കൻസി ഫില്ലാകുന്നത് വരെ നീണ്ടുപോകുന്നത് കാരണം നിങ്ങളുടെ തന്നെ ക്ലാസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഡിലേ ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് വെക്കുക, കറക്റ്റ് ടൈമിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുക. എന്നാൽ മാത്രമേ ടോട്ടൽ ആയിട്ടുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്താൽ മാത്രമേ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. നാഷണൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതായത് മറ്റു കുട്ടികളുടേതും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടേത് മാത്രമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്തുകൊണ്ടും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. തെറ്റുകൾ തിരുത്തേണ്ട സമയം ഓർത്ത് വെക്കുക. സെപ്റ്റംബർ 25 5 മണിക്ക് മുന്നേ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു മെയിൽ അയക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് റിപ്ലൈ വരുന്നതായിരിക്കും. ചിലപ്പോൾ റിപ്ലൈ മെയിലായിട്ട് വരില്ല, മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് ചേഞ്ച് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ബേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ LBSന്റെ വെബ്സൈറ്റിലൂടെയുള്ള നമ്പേഴ്സിൽ നിങ്ങൾക്ക് LBS സെന്ററിലേക്ക് വിളിച്ചും നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അവരും അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും നമ്മുടെ കറക്ഷന് വേണ്ടിയിട്ടും ഒക്കെ തരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ നിരന്തരമായിട്ട് സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ ആ ഒരു ടൈമിൽ തന്നെ അത് ചെയ്തു തീർക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ കറക്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യാം. LBS സൈറ്റിൽ തരുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതിനുശേഷം പിന്നെ ഒരു സമയം തരുന്നതായിരിക്കില്ല. ഇപ്പോ ലാസ്റ്റ് പ്രോസസ്സിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എക്സ്റ്റൻഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഓരോന്നിന്റെയും ഡേറ്റ് എക്സ്റ്റൻഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ LBS സൈറ്റിൽ എപ്പോഴാണോ ഡേറ്റ് ഓരോ കാര്യങ്ങളും വരുന്നത് നിങ്ങൾ നിരന്തരം സൈറ്റ് ചെക്ക് ചെയ്ത് അപ്ഡേഷൻസ് കറക്റ്റ് ടൈമിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പരാതികളുള്ള കുട്ടികൾ എന്താണ് നിങ്ങളുടെ പരാതി എന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ മെയിൽ അയക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പേരും കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായി കൊടുത്തതിന് ശേഷം മാത്രമേ മെയിൽ അയക്കാവൂ. അല്ലെങ്കിൽ LBS അത് നോക്കില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് മെയിൽസ് LBSന് വരുന്നതാണ്. ഡിപ്ലോമയുടേത് മാത്രമല്ല, LBS BSc നഴ്സിംഗിൻ്റെതും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിന്റെയും പോസ്റ്റ് BSc നഴ്സിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അലോട്ട്മെന്റ് അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം എന്താണ്, നിങ്ങൾ ഏത് കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ബേസ് ചെയ്താണ് പരാതി എന്നുള്ളത് വളരെ വ്യക്തമായി കൊടുത്താൽ മാത്രമേ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിപ്ലൈ കിട്ടുകയുള്ളൂ. അത് ബേസ് ചെയ്ത് അവർ റാങ്ക് മാറ്റി മെയിൻ റാങ്ക് ലിസ്റ്റിൽ ചേഞ്ച് വരുത്തുകയുമുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കിട്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഇതൊന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലോഗിൻ ചെയ്ത് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് ആവശ്യമായി വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ LBS വെബ്സൈറ്റിൽ തന്നെ സൈഡിലായിട്ട് ഈ ലൈൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.